ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും ഞാൻ വീട്ടിൽ കുറച്ച് ജേണലിൻ്റെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം അടുത്തത് ജേണലിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ആ ഒരു ടിന്നെ നമുക്ക് നോക്കാം. ഗായ്സ്, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? അപ്പം എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. കണ്ടോ? ഇത് ഒന്ന്, ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ബ്ലൂ, ഒരു ബ്രൗൺ, പിന്നെന്താ അതെ ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്ലൂ ആയിട്ടാണ് കാണുന്നത്, പക്ഷെ ഇത് ഒരു ഓറഞ്ച് അങ്ങനെയൊക്കെ വരും. പിന്നെ ഇതൊരു ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഉണ്ട്. പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്. ഇതാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് തോട്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? അതൊരു ബൈൻഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഓക്കെ, പിന്നെ അതെ ഇതേപോലത്തെ കുറച്ച് പേപ്പേഴ്സാണ്. ഞാൻ അത് കാണിച്ചു തരാം. ഇത് കണ്ടോ? പിന്നെ ഇത് കണ്ടോ? ഇങ്ങനെ എല്ലാ കളേഴ്സും അല്ല, 3 കളേഴ്സാണ്. അതിനകത്ത് തന്നെ ഇങ്ങനെ പല പല ഡിസൈൻസൊക്കെ വരുന്ന രീതിയിൽ കണ്ടോ? പിന്നെ നമ്മൾ കുറച്ച് പർപ്പിളും ഉണ്ടാക്കിയിട്ടുണ്ട്. പലതിലും പല പല ഡിസൈൻസാണ്. കണ്ടോ? അതെ, അങ്ങനെ നമ്മളെ പർപ്പിള് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വിൻറ്റേജ് കളറിൽ വരുന്ന ബ്രൗൺ ആണ്. കണ്ടോ? ഈ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഡിസൈൻ ഇതാദ്യം വരച്ച കുറച്ച് കുളമായിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കി. കളഞ്ഞില്ല, വെച്ചിരുന്നു. പിന്നെ അതെ ഇതുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനുണ്ട്. ഈ 2 ഡിസൈൻസും ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നത് കുറച്ച് ഇങ്ങനത്തെ എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് ഞാൻ ഈ ഒരു ജേണൽ കിറ്റ് ഉണ്ടാക്കിയത് കട്ടിൽ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ്. ഞാനത് എപ്പോഴും കാണാറുണ്ട്. ഇതാണ് ഇങ്ങനത്തെ കുറച്ച് സ്റ്റാമ്പ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ പല ഡിസൈൻ വരുന്നത്. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ക്രഷ്ഡ് പേപ്പറാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുറച്ചുണ്ട്. പിന്നെ നമ്മളെ ഫ്രെയിംസ് ഉണ്ടല്ലോ, ഫ്രെയിംസും പിന്നെ എന്താ അതിന് പറയുക, അതെനിക്കറിയില്ല കേട്ടോ. ഈ സംഭവം പണ്ടില്ല സിനിമ കാണുമ്പോൾ ഇങ്ങനെ കയറ്റിവിടുന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്രെയിംസാണ്. ഈ ഒരു ഡിസൈനിൽ വരുന്ന ഫ്രെയിംസ് ഉണ്ട്. ഈ ഒരു ഡിസൈനിൽ വരുന്ന ഫ്രെയിംസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് പിന്നെ ഒരു റൗണ്ടല്ല, എന്താ പറയുക, ഇങ്ങനെ ഒരു 5 എണ്ണമാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ചിങ്ങനെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാറ്റേൺ പേപ്പേഴ്സ് ഇങ്ങനത്തെ റൈറ്റിങ്സ് വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നെല്ലാം വെട്ടിയെടുത്ത് കളർ അടിച്ചെടുത്താൽ മതി. ഞാനങ്ങനെയാണ് ചെയ്തത്. കണ്ടോ? ഇങ്ങനത്തെ കുറച്ച് ചെയ്തു. പിന്നെ നമ്മൾ ഈ കോഫി കപ്പൊക്കെ വെച്ചാൽ ഇങ്ങനത്തെ ഡിസൈൻ വരത്തില്ലേ, അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രോസ് ലൈൻസിലെ ക്രഷ്ഡ് പേപ്പറാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമ്മുടെ സാധാ ക്രോസ് ലൈൻസാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ചുണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നത് കണ്ടോ? ഇങ്ങനത്തെ സംഭവം, അതും പാറ്റേൺ പേപ്പേഴ്സാണ്. പിന്നെ ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കളറിലെ പാറ്റേൺ പേപ്പേഴ്സ്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ഒന്നും നോക്കാതെ ചെയ്തതാണ്, അതുകൊണ്ട് ഇതെനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി ജേണലിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.